എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണം പാരായണം 21 ദിവസം. ഓം നമ ശിവായ. ഏകദാ താതനം കൂടവേ ശോകേന നന്ദനന്മാരോട് ചൊല്ലിനാർ. ദാരിദ്ര്യദീനരാൻ ഞങ്ങൾക്കു നന്ദനന്മാരായി പിറന്നിതോ നിങ്ങളും മക്കളെ. ദാരകർമ്മം കഴിപ്പാൻ ഉപായമില്ലാരുടെ കാൽ പിടിക്കേണ്ടു ധനാർത്ഥമായി. രാജസേവയ്ക്കു നടന്നുകൊള്ളുവാൻ മാത്രം ഓജസ്സും ഇച്ഛയുമില്ല ഞങ്ങൾക്കൊടോ. അയ്യോ മഹാദുഃഖമർത്ഥവാന്മാരുടെ ശയ്യാഗ്രഹദ്വാരി ചെന്നു നിൽക്കുന്നതും കൃത്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഭൂവൻ്റെ ഭൃത്യപ്രവൃത്തിയും ചെയ്തുമേ വീടിനാൽ. അത്രമാത്രം ധനം കിട്ടിയെന്നും വരും, വസ്ത്രവും കൂടാതെ പോന്നുവെന്നും വരും. ഇഷ്ടം പറഞ്ഞു തരം നോക്കി നിൽക്കുന്ന തൃഷ്ടനാം പുരുഷൻ കൈക്കലാക്കും ധനം. നിത്യകർമ്മങ്ങളും ഭൂപാലസേവയും സത്യം വിരുദ്ധം അന്യോന്യം ധരിക്കടോ എന്നോ വരികിലും കുണ്ടിനീധാശീനെ ചെന്നു കാണേണം ശിശുക്കളെ നിങ്ങളും. സർവജ്ഞനായുള്ള വിപ്രനെന്നാകിലും ദ്രവ്യം കൊടുക്കാതെ പെണ്ണിനെ കിട്ടുമോ നിങ്ങൾക്കിതാനീം? വിവാഹകാലം വന്നു, ഞങ്ങൾക്കു 2 കാശെങ്കിലും ദുർലഭം. വിദ്വാൻ വിദർഭ രാജാവെന്ന് കേട്ട് ഞാൻ വിദ്വജ്ജനങ്ങൾക്കു നൽകുന്ന പോൽ ധനം. ജ്യോതിഷക്കാരനും മന്ത്രവാദിക്കും അച്ചാതുര്യമേറുന്ന വൈദ്യനും വേശ്യയ്ക്കും ഏതും മടിക്കാതെ വേണ്ടത് നൽകുവാൻ ഭൂതലസ്വാമികൾക്കില്ലൊരു സംശയം. മറ്റുള്ള ശാസ്ത്രങ്ങളെല്ലാം പണിപ്പെട്ടു പറ്റിച്ചുകൊണ്ടു നടക്കുന്ന ഭോഷനും കൊറ്റുമാത്രം പോലുമെങ്ങും കഴിവരാ. മറ്റുള്ള സംസാരം എന്തു ചിന്തിപ്പതും പ്രായേണ സർവത്ര കാണുന്നതിങ്ങനെ പോയാലും എൻ മക്കളക്കണക്കെങ്കിലും. സർവശാസ്ത്രജ്ഞൻ വിദർഭ ഭൂമീശ്വരൻ സർവപ്രയോഗേ വിസന്തുഷ്ടനായി വരും. ശാസ്ത്രങ്ങൾ കൊണ്ടുപോയി വിറ്റ് തിന്നിടുവാൻ പാത്രമായ എൻ മക്കൾ എന്തു ചെയ്യാവതും. ദാരിദ്ര്യദോഷം വരുത്തുന്ന പാപങ്ങൾ ആരും നനച്ചാൽ ഒഴിക്കാവതല്ലോ എന്നുള്ള താതവാക്യങ്ങളെ കേട്ടുടൻ വന്ദിച്ചു ബാലകന്മാർ പുറപ്പെട്ടിതു. 4-5 പുസ്തകം കയ്യിൽ ധരിച്ചങ്ങ് ലീലയാ ചെന്നു വിദർഭേന്ദ്ര മന്ദിരെ. ശാസ്ത്രങ്ങൾ ഓരോന്ന് നന്നായി പ്രയോഗിച്ചു ധാത്രീന്ദ്രചിത്തപ്രസാദം വരുത്തിനാർ. ഭൂദേവബാലന്മാർക്കെന്തൊരാഗ്രഹം മോദേന ചൊന്നാലും എന്നു ചൊന്നാൻ നിർവൻ. രാജൻ വിവാഹത്തിനർത്ഥമില്ലായികയാൽ രാജസേവാർത്ഥമായി വന്നുവെന്നാരവർ എന്നതു കേട്ടു ചിരിച്ചു ചൊന്നാൻ നിർവൻ. വന്നതു കൊള്ളാം വടുക്കളെ, നിങ്ങൾ തന്നയപ്പാൻ എന്തു വേണ്ടെന്നറിഞ്ഞീല. തന്നു സന്തോഷം വരുത്തുവാൻ പോര ഞാൻ. നമ്മുടെ കയ്യിൽ പണം പിരിഞ്ഞിട്ടില്ല, ദുർമുഖമെന്നു ബോധിക്കേണ്ടതില്ലുമേ. പെട്ടെന്ന് 4 പണം വരും നേരത്തൊരു പണത്തിനഴിവുണ്ടെനിക്കിടോ. നൈഷത ശോണീന്ദ്ര മന്ദിരെ ചെല്ലുവിൻ, വൈഷമ്യമെന്നിയെ തത്ര കിട്ടും പണം. ധർമ്മപ്രധാനനാം ചന്ദ്രാംഗതൻ തൻ്റെ ധർമ്മധാരങ്ങളാം സീമന്തിനി മുതാ. സോമവാരവ്രതം കൊണ്ട് യഥാവിധി സോമാർത്ഥ ചൂടാമണി പ്രദേ തഥാ പത്നി സമേതരാം ഭൂമീസുരന്മാർക്ക് രത്നാന്ന വസ്ത്രാർത്ഥ ദാനം തുടങ്ങിപ്പോൽ. എന്നാൽ ഭവാന്മാരിലേകൻ തരുണിയായി ചെന്നു ഭജിച്ചു പ്രതിഗ്രഹം വാങ്ങുവിൻ. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചെല്ലണം. ആര്യാം രാജ്ഞി വരിക്കുമെന്നാൽ ദൃഢം. വേളിക്ക് വേണ്ടുന്ന ദ്രവ്യം ലഭിച്ചുടൻ മേളിച്ച് നമ്മുടെ മുൻപിൽ വരികടോ എന്നതു കേട്ടു പറഞ്ഞാൽ ഇരുവരും നന്നല്ല ഭൂപതേ, ദുർമാർഗമായി വരും. ഈശ്വരന്മാരിലും ദേശികന്മാരിലും ഈശ്വരാംശങ്ങളാം ഭൂമിപന്മാരിലും താതമാതാക്കളിൽ ഭൂസുരന്മാരിലും കൈതവൻ ചെയ്തവൻ ക്ഷിപ്രം നശിച്ചു പോവും. കൃത്രിമ സ്ത്രീവേഷധാരിയാം പുരുഷൻ പാത്രമോ ഭൂപതേ ദാനങ്ങൾ വാങ്ങുവാൻ. കഷ്ടമാം വ്യാജങ്ങൾ ഒട്ടു ചെന്നാരുടൻ സ്പഷ്ടമോ ഇഷ്ടമില്ലൊട്ടു നമുക്കിത്. ഇഷ്ടാർത്ഥലാഭം നിരൂപിച്ച് മോഹിച്ചു കഷ്ടകർമ്മങ്ങളെ ചെയ്യുന്ന മാനുഷ്യൻ ദുഷ്ടൻ മഹാദുഷ്ടൻ എന്നതിൽ പരം കഷ്ടപാപങ്ങളിൽ പെട്ടുപോകും. അപ്പോഴേ ദുഷ്ടദാരിദ്ര്യവും വ്യാധിയും വർദ്ധിക്കും. അഷ്ടിക്കും മുട്ടിക്കും എന്നല്ല ശങ്കരൻ, പൊട്ടിത്തെറിക്കുന്ന തീക്കനൽ കട്ടയിലിട്ടങ്ങ് നീന്തിക്കും എന്തെൻ്റെ മന്നവാ. ദോഷം വരുത്തുകില്ലെന്നല്ല, വല്ലാത്ത ദോഷം വരുവാൻ നിയോഗിച്ചതെന്തഹോ. ഏതാനുമൊന്നു ഗ്രഹിച്ചുള്ള വിദ്യയും ജാതിശംശുദ്ധിയും ബുദ്ധിവിസ്താരവും ഏകക്ഷണം കൊണ്ട് നഷ്ടമാക്കിയിടുവാൻ പോരുമോ. ഹാഹന്തജ്ഞാനം വയസ്സിനും പാപവും നീതിയും വൈരവും ഭൂപതേ കൈതവം കൊണ്ടു ഫലം വരും. ഈ വിധം ഞങ്ങളെ കൊണ്ടു ജയിക്കൊല ജീവിതത്യാഗത്തിനേക്കാൾ അസഹ്യമാം എന്നതു കേട്ടു പറഞ്ഞു നരാധിപൻ. ചൊന്നതു കേൾപ്പിൻ ശിശുക്കളെ നിങ്ങളും. ദേവക്ഷമാപാലദേശികന്മാരുടെ ഭാവാനുകൂലമാം
ദേശഭാഷിതം ലംഘിക്ക യോഗ്യമോ ഭാഗ്യവാനെങ്കിലും സങ്കടപ്പെട്ടു പോമേവം തുടങ്ങിയാൽ നാട്ടിൽ പ്രഭുത്വം നമുക്കെന്ന് ഓർക്കാതെ ശാഠ്യം തുടർന്നാൽ അനർത്ഥം വരുന്നിടം കൽപ്പിച്ചത് അപ്പോഴേ കേൾക്കാതെ നമ്മോട് കൽപ്പിച്ചു നിൽപ്പാൻ വികല്പമില്ലാത്തവൻ നമ്മുടെ നാട്ടിൽ കിടന്നു പൊറുക്കുമോ? ധർമ്മമല്ലാതെ ഞാൻ കൽപ്പിക്കയില്ലടോ. ധർമ്മമല്ലെങ്കിൽ ഭൂപാലശാസനം സമ്മതിക്കാതിരിക്കാമോ കുമാരരെ? നിങ്ങളാരെന്നതും ഭൂപനാരെന്നതും നിങ്ങൾക്ക് ചിത്തത്തിലുണ്ടോ? വടുക്കളെ ധിക്കാരം ഉരയ്ക്കാതിരിക്കണം. ഇക്കാലമൊക്കെ സഹിക്കണമേവനും. കൽപ്പിച്ച കൽപ്പനയ്ക്കൽപ്പം വികല്പമില്ലൊപ്പം പറഞ്ഞാൽ പിടിച്ചു ബന്ധിച്ചു പോവും. ആരുടെ നാട്ടിൽ പൊറുക്കുന്നു നിങ്ങളെന്നോ ഓരാഞ്ഞതെന്തിടോ ഭൂദേവ ബാലന്മാരെ? ഉക്തപ്രകാരേണ ചന്ദ്രാംഗതപ്രിയ ഭക്തിപ്രകാരം ഗ്രഹിച്ചു പോന്നീടുവിൻ. ഇത്തം മഹാദേവ സേവാഫലത്തിൻ്റെ തത്വം ഗ്രഹിപ്പാൻ ഒരുമ്പെട്ട ഭൂപൻ്റെ ശാസനം കേട്ടു ഭയപ്പെട്ടു തൽക്ഷണം ഭൂസുരന്മാരുടൻ സമ്മതിച്ചിടിനാർ. വൈദർഭമന്നവൻ നന്നായി പ്രസാദിച്ച് സാദരം വേറെ വിളിച്ചു പുണർന്നുരൻ സാമവാനാകുന്ന ഭൂദേവ ബാലനെ കാമിനി വേഷം ചമയിച്ചു നിർത്തിനാൻ. നല്ല തലമുടി മെല്ലെ തിരുകിച്ചു മുല്ലമാലാകണം കൊണ്ടു കെട്ടിയിടിനാൻ. തെറ്റിത്തടേ നല്ല ചാന്തും കുറികളും തെറ്റുന്ന കർണേ സുവർണ പുഷ്പങ്ങളും ഗണ്ഡസ്ഥലങ്ങളിൽ പത്രാങ്കുലികളും കണ്ണെഴുത്തും ചാരുകണ്ഠാഭരണവും താലിയും മാലയും രത്നാങ്കുലിയും 4-5 കൂട്ടം മണിയും അണിഞ്ഞിടൻ നല്ല വസ്ത്രം കൊണ്ട് കണ്ടനാളാവധി മെല്ലെ പുതപ്പിച്ചയച്ചിതു മന്നവൻ. മുന്നിൽ സുമേധാവ് ഭർത്തൃത്വം ഉൾക്കൊണ്ട് പിന്നാലെ സാമവാൻ ഭാര്യയായി ഇങ്ങനെ സോമവാരോദേ നൈഷേന്ദ്രാലേ താമസം കൂടാതെ ചെന്നാരിരുവരും. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.